ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ അലീന കുളത്തുപുഴയിലെ വീടുമായിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വരികയാണ് കേട്ടോ. അവൾ ആ വീട്ടിലെ ചെടികളോടും പൂക്കളോടും മരങ്ങളോടും പിന്നെ അതുപോലെ തന്നെ അവിടെ വളർത്തുന്ന നായ്ക്കളുണ്ടല്ലോ അവരോട് വരെ നല്ല കൂട്ടായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പത്രോസിനും അതുപോലെ തന്നെ ആൻ്റപ്പനും ബൈജുവിനൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഇവൾ ഈ നായ്ക്കളോട് ഭയങ്കരമായിട്ട് കൂട്ടുകൂടിയിട്ട് അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്, തലയെ കുഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഇവർ ഷോക്കാവണം. കാരണം ഇവരാദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ആ നായ്ക്കൾ ഭയങ്കരമായിട്ട് പരാക്രമം കാണിക്കായിരുന്നു കേട്ടോ. മാത്രമല്ല അതിലൊരാളെ തെങ്ങിൽ വരെ കയറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു നായ എന്തുകൊണ്ടാണ് ഇവളോട് മാത്രം ഇത്ര അടുപ്പം കാണിക്കുന്നത് എന്നവർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ പണ്ട് ഇവിടെ സിനിമാ ഷൂട്ടിങ്ങിന് വന്ന ടീമിനെ വരെ ഈ നായ്ക്കൾ ഓടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത്രയൊക്കെ ഉണ്ടായിട്ടും ഇവളോട് മാത്രം എന്താ ഈ നായ്ക്കൾക്ക്, അതും ഇവൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ ചിന്തിക്കുകയാണ്. ഇവരാണെങ്കിൽ ഇപ്പോൾ സദാസമയം ഇവളങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവളെയും അതുപോലെ തന്നെ കേണൽ സാറിനെയും അവരുടെ സംഭാഷണങ്ങളെയും എല്ലാം ഇവരിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ എന്നൊക്കെയുള്ളൊരു മൈൻഡിലാണ് കേട്ടോ ഇവർക്ക് നടക്കുന്നത്. അങ്ങനെ അലീന അവരോട് എന്തൊക്കെയോ കുശലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താലോ. ഞാൻ ഇവിടെ പറ്റി എല്ലാം ഞാൻ അവരോട് പറഞ്ഞു. അതായത് കൃഷ്ണമോളോടും ബബിതയോടും രോഹിത്തിനോടും മനുവേട്ടനോടൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങളെ പറ്റി മാത്രം പറഞ്ഞില്ലല്ലോ, അത് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ, എന്തായാലും ഫോട്ടോ അയക്കാം എന്നും പറഞ്ഞ് അവൾ നേരെ കൃഷ്ണമോളെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവരാണെങ്കിൽ ടേബിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അത് കാണാണ്. ബബിതയുണ്ട് കൂടെ. അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം അലീനയെ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അലീന അയക്കുന്ന ഓരോ മെസ്സേജും അവർക്ക് അമൃതാണ്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ വൈജയന്തി അവിടെ സോഫയിലിരുന്ന് എന്തോ ഒന്ന് എഴുതി കുറിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ചിരിയും കൊഞ്ചലും കാണുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പിള്ളേരെ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ, ഫുള്ള് ഫോൺ മാത്രമേ ഉള്ളൂ, എന്തെത്ര ചിരിക്കാൻ ഫോണിൽ നോക്കിയിട്ട്. അത് കേൾക്കുമ്പോൾ കൃഷ്ണമോളൊന്ന് പുച്ഛിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, അപ്പോൾ ഞങ്ങൾ പഠിച്ചോളാം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, പഠിക്കാനത് എത്ര പ്രത്യേക സമയം, അങ്ങനെയൊക്കെ ഉണ്ടോ, സമയമൊക്കെ ഉണ്ടോ പഠിക്കാൻ, അമ്മ വെറുതെ ഞങ്ങളോട് വഴക്കിന് വരണ്ട പ്ലീസ്, ഞങ്ങൾക്ക് പറ്റിയ സമയത്ത് പഠിച്ചോളാം എന്നും പറഞ്ഞിട്ട് കൃഷ്ണമോള് തട്ടിക്കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി എന്തൊക്കെയോ വെറുതെടുത്തിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അലീന ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. എങ്കിലും താഴേക്ക് ഇറങ്ങണമല്ലോ എന്ന് വെച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മക്കളെ കുറേ നേരമായാലും ഫോണിൽ നോക്കി ചിരിക്കുന്ന, അച്ഛനോടും കൂടെ പറ. അപ്പോൾ അവർ അച്ഛൻ അങ്ങോട്ട് വന്നൊരു സാധനം കാണിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ഫോൺ കാണിച്ചെടുക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ മുഖത്തും ഭയങ്കരമായിട്ട് പുഞ്ചിരി വിടരാണ് കേട്ടോ. പിന്നെ വൈജയന്തി ഒന്ന് കേട്ടോട്ടെ എന്ന് വെച്ചിട്ട് അവളൊന്ന് നോക്കിയ ശേഷം ഉറക്കനെ പറയുന്നുണ്ട്, അലീനയോട് ഈ നായ്ക്കളൊക്കെ ഇത്ര പെട്ടെന്ന് ഇണങ്ങിയോ, അത് അത്ഭുതമായിരിക്കുന്നല്ലോ, അവറ്റകൾ കടിച്ചു കയറാൻ നിൽക്കായിരുന്നു ഞങ്ങൾ പോയപ്പം, പക്ഷെ അവളോട് മാത്രം എന്താ ഇത്ര ഇണക്കം, അല്ലേ അവളൊരു പാവമായതുകൊണ്ടായിരിക്കും, അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനല്ലേ അറിയൂ. ഇതെല്ലാം കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കടിച്ചു പൊട്ടുകയാണ് കേട്ടോ. അപ്പോൾ ബബിതയ്ക്കും കൃഷ്ണമോൾക്കും നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ. അതും അമ്മേനെ മുന്നിൽ നിന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് കൊള്ളണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. വൈജയന്തി ഭയങ്കര ദേഷ്യത്തിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബാലചന്ദ്രൻ കുറച്ചുകൂടെ ഓവറാക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് അലീനയെ ഒന്ന് വിളിച്ചാലോ. അങ്ങനെ അവർ അലീനയെ വിളിക്കാൻ കേട്ടോ. അവൾ കോൾ എടുക്കുമ്പോൾ അവരത് സ്പീക്കറിൽ ഇടുന്നുണ്ട്. ഇതൊക്കെ വൈജയന്തി ഭയങ്കര ദേഷ്യത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. കാരണം തന്നെ കൊച്ചാക്കാനായിട്ടാണല്ലോ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുണ്ട് വൈജയന്തിയുടെ മനസ്സിൽ. പിന്നെ അവളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് പോലും ഇവർക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടവളാണ് അവൾ. മാത്രമല്ല താൻ ഇപ്പം അവിടുന്ന് ഇത്രയും ദിവസം മാറി നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ അവർക്ക് തന്നെ ഒരു പുല്ല് വില എന്നൊക്കെ ഇങ്ങനെ അവളൊരു 100,000 ചിന്തകൾ വൈജയന്തിൻ്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. അതൊരു പകയായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ അലീനയെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയും വർത്താനൊക്കെയാണ് കേട്ടോ. അതിനിടയിൽ കുട്ടികൾ പറയുന്നുണ്ട്, അല്ല ചേച്ചി ഞങ്ങൾ എന്താ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്ക് അവിടെയൊക്കെ കാണണമല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ അച്ഛനോട് ചോദിച്ചു നോക്കൂ, അതല്ല നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ചേച്ചി പഠിക്കാനുണ്ട്, ഞങ്ങൾ എന്തായാലും പോയി പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് വൈജയന്തി അവർക്കായിട്ട് ഓങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് അവിടെ നിൽക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ഉളുപ്പില്ലേ അവളുടെ പിന്നാലെ വാലും തൂങ്ങിപ്പോവാൻ, അവൾ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ, എന്നിട്ട് വീണ്ടും നാണം കെട്ട് അവളുടെ പിന്നാലെ പോകുന്നത്. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മയ്ക്കാണ് ഉളുപ്പില്ലാത്തത്. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ സ്ഥാനം വീടിന് പുറത്താ. അതോടെ കേൾക്കുമ്പോഴേക്കും കൃഷ്ണമോൾക്കും ബബിതയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ബബിതയാണെങ്കിൽ വീണ്ടും തിരിച്ച് തട്ടി കയറുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണോ അമ്മ അങ്ങോട്ട് ഉളുപ്പില്ലാതെ കയറി വന്നത്, അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ല, എന്നിട്ട് ഉളുപ്പില്ലാതെ അങ്ങോട്ട് കയറി വന്നില്ല എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോവാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ല ചേച്ചി, വെറുതെ എന്തിനാ അമ്മയോട് ഓരോന്ന് പറയാൻ നിൽക്കുന്നത്, അമ്മയ്ക്ക് എന്തായാലും ഒരു ബോധമില്ല, ഒന്നും മനസ്സിലാവില്ല. ഇവരുടെ ഈ ബഹളം കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത് കാണുമ്പോഴേക്കും വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ബാലചന്ദ്രന് ഇവിടുന്ന് സംസാരിച്ചിട്ട് വീണ്ടും അകത്ത് പോയിട്ട് എന്താ ഇപ്പോൾ ഇത്രമാത്രം അലീനയോട് സംസാരിക്കാൻ എന്നൊക്കെയാണ് വൈജയന്തിൻ്റെ ഉള്ളിൽ കൂടെ പോയ ചിന്തകൾ. അത്രയും വൃത്തികെട്ട രീതിക്കാണ് വൈജയന്തി ചിന്തിക്കുന്നത് കേട്ടോ. അതും സ്വന്തം മകളാണ്, ഓർക്കണം. അത് അവൾക്ക് അറിയുന്നൊരു നിമിഷം ഉണ്ടല്ലോ വൈജയന്തി. ആ നിമിഷം വൈജയന്തിൻ്റെ മനസ്സ് എന്തായിരിക്കും നമുക്ക് കണ്ടറിയാം. എന്തായാലും തിരിച്ച് കിട്ടാതിരിക്കില്ലല്ലോ ഒന്നും. അങ്ങനെ നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ ഈ ഒരു ഇവരുടെ വഴക്ക് കേട്ടിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ പ്രശ്നം, നീ വെറുതെ മക്കളോട് മെക്കിട്ട് കയറാൻ നിൽക്കണ്ട, അവരുടെ നാക്ക് നിനക്കറിയാലോ, നിനക്കൊരു വിലയില്ല അവർക്ക്, നിന്നെ അവർ
പിടിച്ച് പുറത്താക്കും എന്നൊക്കെ ഒരു താക്കീത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നീ പറ അലീന എന്നും പറഞ്ഞിട്ട് വീണ്ടും കോൾ ചെയ്യുകയാണ്. അത് കാണുമ്പോഴേക്കും വൈജയന്തിൻ്റെ കൺട്രോൾ മൊത്തം നശിക്കുകയാണ്. എവിടെയും തനിക്കൊരു വിലയില്ലല്ലോ, ഇവരൊക്കെ തന്നെ കളിപ്പാട്ടം പോലെ തട്ടി കളിക്കുകയാണ്, തനിക്ക് ഒരു 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 സ്ഥാനം ഈ വീട്ടിൽ ഇവരാരും തരുന്നില്ലല്ലോ എന്നൊക്കെ വൈജയന്തിക്ക് ഇങ്ങനെ മനസ്സിൽ കൂടെ അങ്ങനെ കടന്ന് പോവുകയാണ്. അതൊക്കെ ഭയങ്കര ദേഷ്യമായിട്ട് മാറുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്റ്റാലിൻ ജോസഫിനെയാണ് കേട്ടോ. സ്റ്റാലിൻ ജോസഫിൻ്റെ ഫോണിലേക്ക് അയാളുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്, അപ്പച്ചൻ. അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ ആ മകളെ നീ മറന്നേക്കുന്നു, നീ എൻ്റെ വാക്കിനൊരു വിലയും തന്നില്ലല്ലോ, നീ അവളെ കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സ്റ്റാൻലി. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അപ്പച്ചനോട് എല്ലാ സത്യങ്ങളും അന്നേ പറഞ്ഞതല്ലേ, എനിക്ക് അവൾ എന്തായാലും കൊണ്ടുവന്നേ പറ്റൂ, അതാണ് എൻ്റെ ശരി, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുള്ളൂ. എടാ നിനക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ, അവരെന്തെങ്കിലും ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും പുകില്, വെറുതെ എന്തിനാ നീ വയ്യാവേലേക്ക് തല കയറ്റി വെക്കുന്നേ. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച ഞാൻ എല്ലാം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രയും വലിയൊരു തീരുമാനം എടുക്കില്ലല്ലോ. അതല്ല സ്റ്റാൻലി, ഈ ഒരു കാര്യം നീ ആരോടൊക്കെ പറഞ്ഞു, വേറെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, അവിടുത്തെ ജോലിക്കാരോടൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, നീ എന്തിനാ അവരോടൊക്കെ പറയാൻ പോയത്, അവരെന്തായാലും നാട് മൊത്തം പാട്ടാക്കും. അത് കേട്ടപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞില്ലെങ്കിൽ അവർ പല കഥകളും മെനഞ്ഞുണ്ടാക്കും, അതിലും നല്ലതല്ലേ സത്യങ്ങൾ തുറന്നു പറയുന്നത്. അപ്പച്ചൻ എന്തായാലും ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ അവളോടും ഉണ്ടായൊരു നീരസം. അപ്പം എന്തായാലും അപ്പച്ചൻ അവളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം അലീനയോട് എന്തൊക്കെ തട്ടിക്കയറും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും അലീനയെ കാത്തു നിൽക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം സ്റ്റാൻലിക്ക് ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ വീട്ടിൽ അവൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും അവൾ ഇവിടെയും അനുഭവിക്കേണ്ടി വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടു തന്നെ അറിയാം. അവളുടെ ജീവിതം ഇനിയും പഴയതിനേക്കാൾ ദുരിതപൂർവ്വം ആവുമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയുള്ളതാവുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ, താങ്ക്